ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടച്ചക്ക കറിയാണ്. ഇപ്പോൾ കടച്ചക്ക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചീമച്ചക്ക എന്നൊക്കെ പറയും, വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല വറുത്തരച്ച കടച്ചക്ക കറി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ 2 ചെറിയ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് വെച്ചെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ കടച്ചക്ക മുറിക്കുമ്പോൾ അതിൽ നിന്ന് പശ ഉണ്ടാവും. അപ്പോൾ പശ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ നന്നാക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണ പരട്ടി കൊടുത്തിട്ട് വെച്ചെങ്കിൽ കൈ ഒട്ടില്ല. പിന്നെ നമ്മൾ ചെത്തി കൊടുത്തിട്ട് അതിൻ്റെ മൂക്കുഭാഗം നന്നായി താത്തി ചെത്തുക. മീഡിയം സൈസ് വലുപ്പത്തിൽ ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കി ചെത്തിയെടുക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 ചുവന്നുള്ളി നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളിയും 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ 2 തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി മാഷായി വരണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് മാഷായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നികത്തി വെള്ളം മാത്രമേ വേണ്ടൂ. എന്നിട്ട് ഒരു വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് വറുത്തരയ്ക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മല്ലി മുളകാണ് വറുത്തരയ്ക്കുന്നത്. അപ്പോൾ മല്ലി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൻ്റെ ഒരു അളവാണ് എടുക്കുന്നത്. ഒരു കൈ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലി നന്നായി ഒന്നായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 10-15 മുളകാണ് എടുത്തിരിക്കുന്നത്. മുളകിൻ്റെ എരിവനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. പിന്നെ ഒരു ചെറിയ നാളികേരം മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ അരമുറി മതിയാവും. പിന്നെ 2 ചുവന്നുള്ളിയും 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത്രയുമാണ് നമ്മൾ ഈ വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നാളികേരം കൂടി ചേർത്ത് നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ നമ്മുടെ വറവ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ കുക്കർ തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫൈൻ പേസ്റ്റായി അരച്ച് വെച്ചാൽ നമ്മുടെ അരപ്പ് ഇതിനകത്ത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക. ഉപ്പുണ്ടോ നോക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് ഇപ്പോൾ നല്ല കട്ടിക്കായിട്ട് വരും. അത് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നല്ല ലൂസ് പാകത്തിന് വേണം ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കുക. കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കറി വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ചുവന്നുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചുവന്നുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് 2 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. സംഭവം വളരെ ഈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ വറുത്തരച്ച കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്